ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി. ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ. റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ, ചേലക്കര. ചേലക്കര SMT ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന സപ്തദിന സഹവാസ ക്യാമ്പും യുവ തൃശൂർ ജില്ലാതല ഉദ്ഘാടനവും ആലത്തൂർ MP രാധാകൃഷ്ണൻ പാഞ്ഞാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നിർവഹിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീം യൂണിറ്റ് ചേലക്കര SMT ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സപ്തദിന സഹവാസ ക്യാമ്പും യുവ തൃശൂർ ജില്ലാതല ഉദ്ഘാടനവും നടന്നു. പാഞ്ഞാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് ആലത്തൂർ MP രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രതിസന്ധി വരുമ്പോൾ ആ പ്രതിസന്ധിയെ മുറിച്ചു കടന്നു പോകാനുള്ള മാനസികമായിട്ടുള്ള സ്ഥൈര്യം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിയണം. അതിന് ഇതൊക്കെ ചെറിയ രീതിയിലെങ്കിലും എല്ലാ തൊട്ടാവാടികളായി കഴിഞ്ഞാലോ, ഒരു ചെറിയ പ്രശ്നത്തെ നമ്മൾ നേരിടാൻ പറ്റില്ലെങ്കിലോ, ഒരു കുട്ടി MBBSന് സെലക്ഷൻ എൻട്രൻസ് പരീക്ഷ എഴുതി കിട്ടി ആ കുട്ടി എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഞാൻ MBBSന് ചേരുന്നില്ലെന്ന് പറയാം. മെഡിസിന് എൻട്രൻസ് കിട്ടിയിട്ട് ഇപ്പോഴല്ല, കുറേ മുൻപ്. എന്നിട്ട് എന്താ ചോദിച്ചാൽ എന്തുകൊണ്ടാണ് ചേരാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തവളയെ മുറിക്കാനല്ലേ ഈ ഡോക്ടറാകുമ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്യണ്ടേ, വേണ്ടേ? ആകുമ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്യണമല്ലോ. അപ്പം തവളയെ മുറിച്ച് ഇങ്ങനെ ഓരോ ക്വാർട്ടർ എടുക്കണമല്ലോ, അത് ചെയ്യാൻ ലാബിൽ ചെയ്യാനുള്ള മാനസികാവസ്ഥ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് ഉപേക്ഷിച്ചത്. ഡോക്ടറാവാൻ എന്താണ് കുഴപ്പം? മനുഷ്യൻ്റെ ശരീരം കീറി മുറിക്കണ്ടേ? നമ്മുടെയൊക്കെ ബോഡി ഇപ്പോൾ കൊടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവിടെ കണ്ടിട്ടുണ്ട് ആരെങ്കിലും പോസ്റ്റ്മോർട്ടം നടക്കുന്ന സ്ഥലത്ത് കംപ്ലീറ്റ് വെട്ടിമുറിക്കില്ലേ? ബോഡി കംപ്ലീറ്റ് വെട്ടിമുറിച്ച് ഇങ്ങനെയാണ്. അപ്പം അത് ചെയ്യണമെങ്കിൽ നല്ല ധൈര്യം വേണം അല്ലേ? ഒരു തവളയെ മുറിക്കാനുള്ള ധൈര്യം ഇല്ലാത്ത ഒരാൾക്ക് മനുഷ്യൻ്റെ ശരീരം കയറി മുറിക്കാൻ പറ്റില്ലോ. മെഡിസിൻ പഠിക്കുമ്പോൾ അതൊക്കെ വേണമെന്നുള്ളതുകൊണ്ട് ആ കുട്ടി എന്താ വെച്ചാൽ മെഡിസിൻ പഠിക്കേണ്ടെന്ന് തീരുമാനിച്ചു. അതിനുശേഷം എന്താ വെച്ചാൽ എൻജിനീയറിങ് ചേർന്നു. ചേർന്ന് അവസാനം എന്താ വെച്ച് കഴിഞ്ഞാൽ ബോംബ് ഉണ്ടാക്കാൻ പഠിച്ചു. ബോംബ് അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകളെ കൊന്നൊടുക്കുന്നതാണ് അല്ലേ? തവളയെ കൊല്ലാൻ മടിയുള്ളൊരു കുട്ടി പിന്നീട് എന്ത് ചെയ്തു? ബോംബ് ഉണ്ടാക്കാൻ പഠിക്കുന്ന മിടുക്കനായിട്ട് മാറി. അപ്പോൾ എത്ര ആളുകളെ കൊല്ലുക? മറ്റതൊരു ആളെ കയറി മുറിച്ചാൽ ഇത് 100 കണക്കിന് ആളെ ഒരേ സമയത്ത് കൊല്ലാനുള്ള ബോംബ് കണ്ടുപിടിക്കുന്ന വിദ്യ പിടിച്ചു. അങ്ങനെ ആയി മാറും. അങ്ങനെ അതുകൊണ്ട് കാര്യമില്ല. നമുക്ക് സമൂഹത്തിന് നന്മ ചെയ്യാവുന്ന നല്ല കുട്ടികളായിട്ട് നമ്മൾ മാറുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. പഠനത്തോടൊപ്പം തന്നെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ളവരായിട്ട് ഓരോ കുട്ടികളും മാറുക. നമ്മളെക്കൊണ്ട് ഈ സമൂഹത്തിന് എന്ത് നന്മ ചെയ്യാൻ കഴിയുമെന്നായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും ചിന്തയുണ്ടാകട്ടെ. ജില്ലാ പഞ്ചായത്ത് മെമ്പർ KR മായ അധ്യക്ഷയായിരുന്നു. സ്കൂളിൽ വരിക എന്ന് പറയുന്നത് തികച്ചും സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ സ്വന്തം കുട്ടികൾ സ്വന്തം സ്ഥാപനത്തിൽ വരുന്നതിൻ്റെ ഒരു മികവ് ഉണ്ടായിരിക്കും. ഇപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഈ 7 ദിവസം ഇവിടെ, ഇന്നിപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടോടു കൂടിയൊക്കെ ആയിരിക്കും ചിലരെങ്കിലും ഇരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. എന്നാലും 7 ദിവസം കഴിഞ്ഞ് നിങ്ങൾ ഇവിടുന്ന് പിരിയുമ്പോൾ നിങ്ങൾക്കതൊരു നല്ല അനുഭവമായിട്ട് ജീവിതത്തിലുടനീളം ഓർക്കാൻ പറ്റിയ രീതിയിൽ ഇത് മാറും എന്ന് എനിക്ക് തർക്കമില്ല. നിങ്ങൾക്കും അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. നമ്മൾ തുടങ്ങാൻ കുറച്ച് വൈകി, അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതലായി നിങ്ങളുടെ ജീവിത മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ ചെയ്ത ഈ കാര്യങ്ങൾ ഓരോന്നും വളരെ മഹത്തരമായിട്ടുള്ള കാര്യങ്ങളാണെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലോകത്തിനും നാടിനും ഒക്കെ മാതൃകയായിട്ട് പ്രവർത്തിക്കാനുള്ള കരുത്തും ഊർജവും ആവേശവും ഒക്കെ ഇവിടുന്ന് ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്ന് നമ്മളുടെ ഈ ഉദ്ഘാടനത്തിനായിട്ട് ജില്ലാ കോർഡിനേറ്റർ MV പ്രതീഷ് ക്യാമ്പ് വോളണ്ടിയർമാർക്ക് സന്ദേശം നൽകി. പ്രിൻസിപ്പൽ സുനിത N, കൃഷ്ണൻകുട്ടി P, സുമയ്യ കബീർ, പ്രീതി വർഗീസ്, സുമ അയ്യപ്പൻ, NSS പ്രോഗ്രാം ഓഫീസർ സുനിത PK എന്നിവർ പങ്കെടുത്ത് പ്രസംഗിച്ചു. ദേശീയ ഗാനത്തോടെ ഉദ്ഘാടന സമ്മേളനത്തിന് സമാപനം കുറിച്ചു. CCV ന്യൂസ്, പാഞ്ഞാൾ.